രണ്ടാഴ്ചയ്ക്ക് മുന്നേ വളരെ ഞെട്ടിച്ച ഒരു ആത്മഹത്യക്കുറിപ്പ് എഴുതി 16 വയസ്സുകാരി കുളത്തിൽ മുങ്ങി മരിച്ച ഒരു വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് കുളത്തിലിറങ്ങി മുങ്ങി മരിക്കുകയും ആ ഒരു കുട്ടിയുടെ 16 വയസ്സേ ഉള്ളൂ, ആ കുട്ടിയുടെ ബാഗ് കരയിരിപ്പുണ്ടായിരുന്നു. അത് സെർച്ച് ചെയ്തപ്പോഴാണ് ആത്മഹത്യയുടെ ആ ഒരു കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് കൊറിയൻ ബോയ്ഫ്രണ്ട് സൂയിസൈഡ് ചെയ്തതിൽ മനന്നെന്താണ് ഞാൻ ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞിട്ടാണ്. സത്യം പറഞ്ഞാൽ ഇതിൽ ഒരുപാട് പോലീസിനെ തന്നെ കറക്കിയിട്ടൊരു ചോദ്യമായിരുന്നു, ഇതെന്താണ് സംഭവം, ഇങ്ങനെ ഒരു കൊറിയൻ ബോയ്ഫ്രണ്ട് ഉണ്ടോ, അതോ വേറെ ആരെങ്കിലും ഈ കുട്ടീനെ കളിപ്പിച്ചതാണോ എന്നുള്ള ഒരുപാട് ഡിസ്കഷൻസും കാര്യങ്ങളും ഒക്കെ പോലീസിനും ഭയങ്കര കൺഫ്യൂഷനായിട്ടുന്ന ഒരു കേസാണ്. അതിൽ പറയുന്നത് അവർക്കറിയില്ല ഒന്നും. അവർക്ക് ഈ കുട്ടിക്ക് പക്ഷേ ഫോൺ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ 16 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഫോണൊന്നും ഇപ്പോൾ എനിക്കറിയാം, ഇപ്പോൾ 10 വയസ്സുള്ള കുട്ടിക്കായാലും 6 വയസ്സ് 7 വയസ്സുള്ള എല്ലാ പിള്ളേർക്കും ഇപ്പോൾ ഫോണുണ്ട് നമുക്കറിയാം. പക്ഷേ എന്നാലും നമ്മൾ പേരൻസ് ശ്രദ്ധിക്കേണ്ടത്, ഇൻ കേസ് ഫോൺ മേടിച്ച് കൊടുത്താലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. എന്താണ് കുട്ടി അതിൽ ചെയ്യുന്നത്, എന്തൊക്കെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് അതിനുണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ടോ, ഫേസ്ബുക്ക് ഉണ്ടോ, വാട്സപ്പ് ഉണ്ടോ, അവരെന്താണ് അതിൽ ചെയ്യുന്നത് എന്നെങ്കിലും നിങ്ങൾ നോക്കുക എന്നുള്ളതാണ്. കാരണം കുട്ടിക്ക് ഫോൺ മേടിച്ച് കൊടുത്തിട്ട് നിങ്ങൾ ഒന്നും അറിയാതെ ഇരിക്കരുതെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഈ കുട്ടിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കുറേ കൊറിയൻ ആൾക്കാരെയായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ കുട്ടി 3 എക്സ്ട്രാ അക്കൗണ്ട് കുട്ടിക്കുണ്ടായിരുന്നു. അതും കൊറിയൻ ആയിട്ടുള്ള ആൾക്കാരുടെ ബേസ് ചെയ്തിട്ടാണ് കുട്ടി ആ അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത്. അതിലെടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ കുട്ടി ഫോളോ ചെയ്തിരിക്കുന്ന ബ്ലാക്ക് വെനം എന്ന് പറയുന്ന അക്കൗണ്ട്, ആ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഒരുപാട് ഫോളോവേഴ്സും കുട്ടിയുടെ ഫ്രണ്ട്സും ഒരുപാട് പേര് അതിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ കുട്ടി മരിച്ചതിന് ശേഷം പല ആൾക്കാരും ബ്ലാക്ക് വെനം എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അൺഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടിയുടെ സഹപാഠികളെയൊക്കെ ഫ്രണ്ട്സിനെയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നിലും ഒരു തുമ്പ് കിട്ടില്ല. പക്ഷെ ബ്ലാക്ക് വെനം എന്ന് പറയുന്ന സംഭവം കൊറിയൻ ആൾക്കാരുടെയാണോ അതോ ഇവിടെ ആരെങ്കിലും പിള്ളേരെ ഇങ്ങനൊരു ട്രാപ്പിൽ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഉണ്ടാക്കിയതാണോ എന്നൊക്കെയുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം ഈവൻ +1 +2 ഒക്കെ 10th സ്റ്റുഡൻസൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങി അവരുടേതായ വ്ളോഗ്സും സ്റ്റഡി ടിപ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതായത് സ്വന്തമായിട്ടൊരു ഏർണിങ്സ് നടത്തുന്ന ആൾക്കാരാണെന്ന് അറിയാം. പക്ഷെ അതുപോലെയല്ല ഒരു അക്കൗണ്ട് തുടങ്ങി ഫോളോ ചെയ്ത് കാര്യങ്ങളൊക്കെ ഇതെടുത്ത് ഒരുപാട് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര അഡിക്റ്റ് ആയി പോകും. ഈ കുട്ടിയുടെ തന്നെ സഹപാഠികളായ ബാക്കി 20 പേര് ഈ ഒരു ബ്ലാക്ക് വെനം എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുട്ടി മരിച്ച ശേഷം 20 പേരും അൺഫോളോ ചെയ്തതായി നമ്മൾ കണ്ടിരിക്കുന്നത്.